നമ്മൾ ബ്രെയിനിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ചിന്തിക്കുക എന്നുള്ളതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പ്രതിഭാസം ഞാൻ ശ്രദ്ധിച്ചതേ, ഈ ചെറിയ ക്ലാസ്സുകൾ ഉണ്ടല്ലോ, KG, ഗ്രേഡ് 1, 2 ഒക്കെ, അത്തരം മക്കളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവർ വളരെ ലൈവ് ആൻഡ് ആക്റ്റീവ് ആണ്, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. ഇത് വലിയ ക്ലാസ്സുകളിലേക്ക് ചെല്ലുമ്പോൾ 9th 10th അല്ലെങ്കിൽ +1 +2 ചെല്ലുമ്പോൾ കാണാറില്ല, കുറഞ്ഞു വരികയാണ്. ഇതിനകത്ത് കൂടുതൽ വേണ്ടത്, ഇതിനകത്ത് നമ്മൾ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതുപോലെ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റുകൾ, ഒരുപാട് കണ്ടന്റ് കൊടുക്കുമ്പോൾ ആ കണ്ടന്റ് പ്രോസസ് ചെയ്യാൻ തന്നെ ഒരുപാട് ബ്രെയിൻ സ്പേസ് ആവശ്യമുണ്ട്, ടൈം ആവശ്യമുണ്ട്. ഇതൊന്നും അത് കിട്ടുന്നില്ല. അപ്പോൾ കുട്ടിയുടെ ബ്രെയിനിന്റെ പ്രോസസ്സിങ് ഭയങ്കര സ്ലോ ആവും. പിന്നെ നമുക്ക് എന്ത് കാര്യം അങ്ങനെയാണല്ലോ, ഇപ്പൊ ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ പിന്നെ നമ്മൾ ഇതായി പോവില്ലേ, നമുക്ക് ഒരുപാട് കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ ബ്രെയിൻ പവർ ആണ് കൂട്ടേണ്ടത്. അപ്പൊ ബ്രെയിൻ പവർ എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴല്ലേ നമ്മൾ ചിന്തിക്കുക. നമ്മൾ ബ്രെയിനിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ചിന്തിക്കുന്നതിന് പകരം ഒരുപാട് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഇത് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ കുട്ടിയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, കുട്ടിയുടെ ബ്രെയിൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക, കുട്ടിയുടെ ക്യൂരിയോസിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ കുറച്ച് കൊടുക്കുകയും കുട്ടികളുടെ ഇൻട്രസ്റ്റിനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം എഡ്യൂക്കേഷനിൽ വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതല്ലാത്തൊരു റിസൾട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതുവരെയുള്ള ഈ രീതിയിൽ പോയാൽ നമുക്ക് ഇതേ റിസൾട്ട് കിട്ടും. നമ്മൾ മാറി ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് സാറ് നേരത്തെ പറഞ്ഞ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.